ബിജു അങ്ങനെയൊക്കെ തിരിച്ചു വരാം. കെ ഷാജി, അങ്ങേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീ ബിജു പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളികളാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞത് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാണ്, അതിനെ ഏറ്റവും സ്വാഗതാർഹമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ശ്രീ ബിജു സാർ പറഞ്ഞത് ഞാൻ മുഴുവനായി കേട്ടു. അദ്ദേഹം പറഞ്ഞത് തന്നെ അബദ്ധജടിലമായ കാര്യങ്ങളാണ്. കേരളത്തിലുള്ള KSRTCയുടെ നടത്തിപ്പിന്, അതിന് വീഴ്ചകൾക്ക് കാരണം KSRTCയുടെ ജീവനക്കാരാണെന്ന് പറയുമ്പോൾ KSRTC ജീവനക്കാരെ പറ്റിയും KSRTC പറ്റിയും മാന്യനായ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ KSRTCയുടെ ജീവനക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾ, നഷ്ടതകൾ ഈ ഓണക്കാലത്ത് പോലും 1958 മുതൽ KSRTC ജീവനക്കാർ അനുഭവിച്ചു വന്നിരുന്ന, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇതര ജീവനക്കാർ അനുഭവിച്ചു വന്നിരുന്ന ഓണക്കാല ആനുകൂല്യങ്ങൾ പോലും ഈ വർഷം KSRTC ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ബോണസ് ലഭിച്ചിട്ടില്ല. ശമ്പളം ഓണക്കാലത്ത് തന്നത് തന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് പണ്ട് കാലത്തൊക്കെ 5-10% ആൾക്കാർ അങ്ങനെ KSRTC ജീവനക്കാർ കൈ കാണിച്ചാൽ നിർത്താതെയും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഓടുന്ന ബസ്സുകളെല്ലാം അങ്ങക്ക് പരിശോധിക്കാവുന്നതാണ്. KSRTC ബസ്സുകളെല്ലാം KSRTCക്ക് ഒരു നിയമമുണ്ട്, ഇത്ര ആൾക്കാരെ കയറ്റാൻ പറ്റുകയുള്ളൂ, ഇത്ര സീറ്റ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ജോലി ചെയ്യുന്നവരാണ് KSRTC ജീവനക്കാർ. ഞാൻ പറയുന്നത് KSRTCയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റും ഇവിടുത്തെ ഗവൺമെന്റുമാണ്. 2016 ശേഷമുണ്ടായ KSRTCയിലുണ്ടായ സംഭവങ്ങളെ 1 by 1 ആയിട്ട് എടുത്താൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുശീൽ ഖന്ന എന്ന് പറയുന്ന ഒരു ബംഗാളിൽ നിന്നുള്ള ഒരു പ്രൊഫസറെ കൊണ്ടുവന്ന സുശീൽ ഖന്ന റിപ്പോർട്ട് ഈ കേരളത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയും അദ്ദേഹത്തെ കുറിച്ചുള്ള ആ പഠന റിപ്പോർട്ട് തൊഴിലാളികളുമായോ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായോ ഒരു ചർച്ചയും ചെയ്യാതെ അനാശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കിയതാണ് KSRTCയുടെ ഇന്നുള്ള ഈ പതനത്തിന് കാരണമെന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് തന്നെ അറിയാമല്ലോ, ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണോ? ലോകത്തെവിടെയെങ്കിലും ഒരു തൊഴിലാളി ശമ്പളത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ ശമ്പളം കാലായും അരയായും മുക്കാലായും കൊടുക്കാമെന്ന് ഒരു ഭരണാധികാരികളും മാനേജ്മെന്റും പറയുമ്പോൾ അതിന് എവിടെയോ അബദ്ധം പറ്റി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ വിനയത്തോടു കൂടി, കേരളത്തിലെ KSRTC ഒരു മാസത്തെ വരുമാനം 179 കോടി മുതൽ 221 കോടി വരെയാണ്. ജനുവരി മാസം KSRTCയുടെ വരുമാനം 221 കോടി രൂപയാണ്. 221 കോടി രൂപ ലഭിക്കുമ്പോഴും 179 കോടി രൂപ ലഭിക്കുമ്പോഴും 180 കോടി രൂപ ലഭിക്കുമ്പോഴും 200 കോടി രൂപ ലഭിക്കുമ്പോഴും 239 കോടി രൂപ ലഭിക്കുമ്പോഴും 50 കോടി രൂപ സർക്കാർ സഹായം കിട്ടുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വിനയത്തോടു കൂടി ചോദിക്കുവാനുള്ളത്, ഈ KSRTCയിലെ ജീവനക്കാർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുത്തു കൊണ്ടുവരുന്ന പൈസ എന്ത് കാര്യങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത്? ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് ഇല്ലാതെ ഈ KSRTCയെ ഈ 7 വർഷക്കാലമായി ഇവിടെ കേരള രാജ്യം ഭരിക്കുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് ഇത്തരത്തിൽ എത്തിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊഴിലാളി പ്രതിനിധികളുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു. ആ 5-ാം തീയതി ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞ ആ ഒരു മാസക്കാലമല്ലാതെ ഇന്ന് വരെ KSRTC ജീവനക്കാർക്ക് 5-ാം തീയതിക്ക് മുൻപ് അല്ലെങ്കിൽ 5-ാം തീയതിയോ ശമ്പളം തരുവാനുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എവിടെയാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്? KSRTC ജീവനക്കാർ ജോലി ചെയ്യുന്നത് KSRTC ജീവനക്കാരുടെ ഇഷ്ടത്തിനാണോ? ഇവിടുത്തെ മാനേജ്മെന്റും ഇവിടുത്തെ സർക്കാരും പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കുന്നു, ഇവിടുത്തെ സർക്കാർ നിശ്ചയിക്കുന്ന റൂട്ടുകളിലേക്ക് വണ്ടി ഓടിക്കുന്നു. ആ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ കളക്ഷൻ കൃത്യമായി 7.5 കോടി മുതൽ 12 കോടി, 8 കോടി, 12 കോടി രൂപ വരെ പ്രതിദിന കളക്ഷനായി അടക്കുന്ന KSRTC ജീവനക്കാർക്കാണ് ഈ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ഈ കോർപ്പറേഷന്റെ നഷ്ടത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന പൊതുജനങ്ങൾ അത് വിശ്വസിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കൂ, ഞങ്ങൾ ഓണക്കാലത്ത് 2 മാസത്തെ ശമ്പള കുടിശ്ശിക വന്നിട്ടും ഞങ്ങൾ ഒരു പണിമുടക്കിലേക്ക് പോകാൻ തയ്യാറായില്ല. ഞങ്ങൾ ഒരു പണിമുടക്കിലേക്കും പോകാൻ ഞങ്ങൾ തയ്യാറായില്ല. ഇവിടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പിലാക്കിയ ഓരോ പരിഷ്കരണങ്ങളും ബദലി എന്ന് പറഞ്ഞുകൊണ്ട്
പിന്നെ ജീവനക്കാരെ നിയമിക്കുന്നു. ഇവിടുത്തെ എംപാനൽ ജീവനക്കാരെ വർഷങ്ങളായിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഇവിടെ യാത്രാ ഫൂവിൽസ് തുടങ്ങി, സിംഗിൾ ഡ്യൂട്ടി പാറ്റേൺ നടപ്പിലാക്കി, മെക്കാനിക്കുകളുടെ ഡ്യൂട്ടി പരിഷ്കരണം കൊണ്ടുവന്നു. ഇങ്ങനെ കാലങ്ങളായുള്ള എല്ലാവിധ പരിഷ്കരണ നടപടികളും പരാജയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ മാനേജ്മെന്റ് നിൽക്കക്കള്ളിയില്ലാതെ തൊഴിലാളികളെ വീണ്ടും സമര തീച്ചൂളയിലേക്ക് തള്ളിവിടുന്നതിനുള്ള ഒരു കുതന്ത്രവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ശരാശരി കോർപ്പറേഷന്റെ ഒരു മാസത്തെ വരുമാനം 180 കോടി രൂപയാണ്. ഈ 180 കോടി രൂപയിൽ ശരാശരി ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് ശമ്പളത്തിനും ഡീസലിനുമല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ 160 കോടി രൂപയാണ് പ്രതിമാസം ശമ്പളത്തിനും ഡീസലിനും കൂടി ചെലവ് വരുന്നത്. ബാക്കി 20 കോടി രൂപ മറ്റുള്ള കാര്യങ്ങൾക്കും ഗവൺമെന്റിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾ ശമ്പളം കൊടുക്കാൻ കഴിയും. പക്ഷേ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ അത് ആ പൈസ മറ്റുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ട് എല്ലാ ചിലവുകളും കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാമെന്നുള്ള സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും പിടിപ്പികേടല്ലേ ഇത്തരത്തിലൊരു ഇതിലേക്ക് ഈ ഒരു നിമിഷം തുടരാം. ഇപ്പോൾ കെ രാജേഷ് ഉണ്ട്, BMSന്റെ പ്രതിനിധിയായിട്ട്, സ്റ്റേറ്റ് പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ രാജേഷ്, ഇത്തരത്തിൽ ഇന്നത്തെ മന്ത്രിയുടെ ഒരു പ്രസ്താവന അത് കഴിഞ്ഞ ദിവസം